ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. സന്നിധാനത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മണ്ഡലകാലത്ത് കണ്ട അതേ ഒരു തിരക്ക് ഇന്ന് ഈ മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുന്ന ദിവസവും ഉണ്ടോ? പുതിയ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഈ മകരവിളക്ക് ഉത്സവ കാലത്തേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അതായത് ഗോകുൽ, മണ്ഡലകാലത്തു കണ്ട സമാനമായ തിരക്കിന് യാതൊരു കുറവുമില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നും വെർച്വൽ ക്യൂ വഴി ഏതാണ്ട് 80,000-ത്തിലധികം വരുന്ന ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് കൂടാതെ ഏതാണ്ട് 1,00,000-ത്തിലധികം വരുന്ന തീർത്ഥാടകർ ഇന്നും ഈ ശബരിമല സന്നിധാനത്തേക്ക് വരാൻ വേണ്ടി നിലക്കലിലും പമ്പയിലും ഒക്കെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ കാര്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ എന്തായാലും ഏർപ്പെടുത്തിയിട്ടില്ല. 36 കേന്ദ്രങ്ങളിൽ പ്രത്യേകം സിവിൽ ഡിഫൻസ് സേനയെ ഇതിനകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞു. അവരായിരിക്കും ഇനി മറ്റു കാര്യങ്ങൾ, അതായത് കുടിവെള്ളം അടക്കമുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവർ ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഓരോ പോയിന്റിലും ഉന്നത ഉദ്യോഗസ്ഥർക്കും പ്രത്യേക ചുമതല ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത് ADGP MR അജിത് കുമാർ ആയിരിക്കും. അദ്ദേഹം അടുത്ത ദിവസം തന്നെ വീണ്ടും ശബരിമലയിൽ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ ഇത്തവണ ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, പോലീസിന്റെ എണ്ണം കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ പോയിന്റുകളിൽ കൃത്യമായ രീതിയിൽ ആളുകളെ കടത്തിവിടുന്നത് ഈ പോലീസ് സേനയായിരിക്കും. അവർക്ക് അതിനുവേണ്ടിയുള്ള പരിശീലനം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സന്നിധാനത്തെ തിരക്കിന് കാര്യമായ കുറവില്ല. മറ്റു മേഖലകളിൽ ഈ വലിയ നടപ്പന്തലിലും ചെറിയ നടപ്പന്തലിലും ക്യൂ അടക്കം ഒഴിവാക്കാൻ ഉള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുമുണ്ട്. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് വലിയ തിരക്ക്, അത് മണ്ഡലകാലത്ത് കണ്ട അതേ സമാനമായ നിലയിൽ ഇപ്പോൾ മകരവിളക്ക് ഉത്സവത്തിനായി ഇന്ന് നട തുറക്കുമ്പോഴും തിരക്കുണ്ട്. കൂടുതൽ ക്രമീകരണങ്ങൾ, തിരക്കൊഴിവാക്കാനുള്ള കൂടുതൽ സേന വിന്യാസമൊക്കെ സന്നിധാനത്തുണ്ടാവുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അവിടെ മകരവിളക്ക് വരെ പതിവിലും ഏറെ, അല്ലെങ്കിൽ മണ്ഡലകാലത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്.